ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എൻ്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, അവൻ്റെ കോലം കണ്ടില്ലേ, അല്ലെങ്കിൽ കണ്ടില്ലേ അവൾ മെലിഞ്ഞിരിക്കുന്ന, വിശപ്പുണ്ടാവാൻ എന്തെങ്കിലും ഒരു മരുന്ന് എഴുതണം എന്നൊക്കെയുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെടുത്ത് വരുന്നതിൽ 10ൽ 5 പേരും, അതായത് 50% ആൾക്കാരും ചോദിക്കുന്നത് ഈ കാര്യമാണ്. എന്തെങ്കിലും ഒരു ഒറ്റമൂലി, എന്തെങ്കിലും ഒരു മരുന്ന് തന്ന് ഇവൻ്റെ വിശപ്പ് കൂട്ടണം, എൻ്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള സത്യമായ റിയൽ വറി കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ ഇത് എത്രത്തോളം നല്ലതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്? ഈ വിശപ്പ് ഉണ്ടാവാനുള്ള മരുന്നുകളെ നമ്മൾ അപ്പറ്റൈറ്റ് സ്റ്റിമുലൻസ് എന്നാണ് വിളിക്കുക. വിശപ്പ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വിശപ്പ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ അതും ഇതൊക്കെ കഴിക്കും. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് കാണുന്ന നിങ്ങളുടെ ഫാമിലിയിലൊക്കെ കുട്ടികളുണ്ടാവും, ഫ്രണ്ട്സിനൊക്കെ കുട്ടികളുണ്ടാവും, അവരോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടുള്ള വളരെ കുറച്ച് ടൈപ്പ് ഓഫ് മരുന്നുകളേ ഉള്ളൂ ഈ അപ്പറ്റൈറ്റ് സ്റ്റിമുലൻസ് ആയിട്ട് കൊടുക്കാനുള്ളത്. പക്ഷെ ആ മരുന്നുകളും നിങ്ങൾ കൊടുക്കരുത് തന്നെയാണ്. വിശപ്പുണ്ടാവാൻ, വേറൊരു യാതൊരുവിധ രോഗങ്ങളും ഇല്ലാത്തൊരു കുഞ്ഞിന് വിശപ്പുണ്ടാവാൻ ആരെഴുതി തന്നാലും നിങ്ങൾ അങ്ങനത്തെ മരുന്നുകൾ കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള 2 സൈഡ് എഫക്റ്റ് ഞാൻ പറഞ്ഞത്. ഒന്ന് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിനെസ്, ഉറക്കം കൂടുതലായിരിക്കും. കുഞ്ഞ് ഉറങ്ങും, എണീക്കുമ്പോൾ നന്നായി ഭക്ഷണം കഴിക്കും, പിന്നെ കുറച്ചു നേരം നടന്നിട്ട് പിന്നെയും ഉറങ്ങും. അപ്പോൾ നമുക്ക് വിചാരിക്കും കുഞ്ഞ് നല്ല കംഫർട്ടബിൾ ആണ്, അവൻ നന്നായി കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. സോ ദിസ് ഇസ് സൈഡ് എഫക്റ്റ് ഓഫ് ദാറ്റ് മെഡിസിൻ. സെക്കൻഡ് ആണ് ഇറിറ്റേഷനാണ്. കുട്ടിക്ക് എപ്പോഴും വാശി, കരച്ചില്, ബഹളം, ആകെ പ്രശ്നങ്ങളാണ്. പക്ഷെ കുഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ആ വാശിയൊക്കെ ഒന്ന് സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങളും വരുന്നത് കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ആ മരുന്ന് എഫക്റ്റഡ് ആയിട്ടാണല്ലോ, അല്ലേ, ഇറിറ്റബിലിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോങ് ടേം സൈഡ് എഫക്ട്സ് നമുക്ക് അറിഞ്ഞുകൂടാ. ലിവറിലും കിഡ്നിയിലും ഒക്കെ അതെങ്ങനെ ബാധിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് യാതൊരുവിധ ഒറ്റമൂലിയുടെ പുറകിലും നിങ്ങൾ പോകരുത് എന്ന് തന്നെയാണ് കുട്ടികളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ചിലരുണ്ട്, ചില സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകളൊക്കെ കൊടുക്കുന്ന, അതൊക്കെ അടങ്ങിയ മരുന്നുകൾ കഴിച്ചാൽ വിശപ്പൊക്കെ കൂടുന്നു പറഞ്ഞാൽ ചിലർ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം, കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അതൊന്നും നമുക്കറിയില്ല. നിങ്ങൾ ഓർക്കേണ്ടത് അലോപ്പതിയിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അപ്പറ്റൈറ്റ് സ്റ്റിമുലൻസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ആവശ്യം ഇല്ല. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും രോഗമുണ്ടോ, രോഗമുള്ളതിൻ്റെ ഭാഗമായിട്ടാണോ കുഞ്ഞിൻ്റെ വിശപ്പ് പോയത്. പലതരം രോഗങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ വിശപ്പ് പോകുന്നത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചികിത്സിക്കുക എന്നുള്ളത്. യാതൊരുവിധ രോഗവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇനി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില വൈറ്റമിൻസ് ഉണ്ട്. ഇപ്പോൾ സിങ്ക്, അയണ്, വൈറ്റമിൻ B1, ഈ 3 സാധനങ്ങളുടെയും കുറവുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിശപ്പ് പോകാം. അപ്പോൾ ഇത് 3 നമുക്ക് വേണമെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യാം. ഭക്ഷണത്തിലൂടെ കൊടുക്കാനോ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് അയണും സിങ്കും ഒക്കെ കിട്ടും. പാലുൽപ്പന്നങ്ങൾ കൊടുക്കാം. പിന്നെ നമ്മൾ തവിടുള്ള അരിയിലെ അതിലൊക്കെ തൈമിൻ നന്നായിട്ടുണ്ട്. അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തോളൂ. കുട്ടികൾ നല്ല ഹെൽത്തോടു കൂടി വളരും. അല്ലാതെ നമ്മൾ ഷോർട്ട് കട്ടുകളുടെ പുറകിലേക്ക് പോകുകയേ ചെയ്യരുത്. ഈ ടിപ്പ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.